ഫസ്റ്റ് എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ സമ്പൂർണ്ണത എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ലാണ് നമുക്ക് ആ ഒരു പദപ്രയോഗം കാണുവാനായിട്ട് കഴിയുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ദൈവീക പദ്ധതി, ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചു വന്നിട്ട് അതിന് സമാപ്തി പോലെയാണ് പറയുന്നത്. സ്വർഗവും ഭൂമിയും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക, വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെയുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്താണ് കാലം എന്ന വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കണം, അല്ലേ? ഇപ്പം പ്രപഞ്ചത്തിൻ്റെ കാലം സയൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീരപഥത്തിൻ്റെ, നമ്മുടെ മിൽക്കി വേയുടെ കാലം പറയുന്നുണ്ട്. അതുപോലെ സൂര്യൻ്റെ കാലം, ഭൂമിയുടെ കാലം, മനുഷ്യൻ്റെ കാലം, ഇപ്പോൾ വേണമെങ്കിൽ ആദാമി യുഗത്തിൻ്റെ കാലം, അല്ലേ? ഫസ്റ്റ് ആഡം ആൻഡ് സെക്കൻഡ് ആഡം. അപ്പോൾ ആദാമ്യ കുലത്തിൻ്റെ കാലം. ഇനി നമ്മൾ മനുഷ്യനിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കണം, മനുഷ്യായുസ്സുണ്ട്, ദീർഘായുസ്സുണ്ട്, പൂർണ്ണായുസ്സുണ്ട്. ഇതൊക്കെ നമ്മൾ വകതിരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മളത് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരു കാലം, അല്ലേ? അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28 തോന്നുന്നു, അവിടെയാണ് കാലം അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാൻ ഉതകട്ടെ എന്ന് പറയുമ്പോൾ അത് ഭൂമിയുടെ ഒരു കാലമാണ്. ഇപ്പം നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ അടങ്ങിയ ഒരു ദിവസം, പിന്നെ ഒരു മാസം എന്താണ്, ഒരു വർഷം. അപ്പോൾ ഒരു കാലം ഇങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കും എന്തുണ്ട്? ദൈവം നിർണയിച്ചിരിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അതിനെയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് പറയുന്നുണ്ട്, കാലസമ്പൂർണതയിൽ യേശു കർത്താവ് ജനിച്ചു. ഗലാത്യർ 4:4 കാലസമ്പൂർണത എന്ത് ചെയ്തു? ജനിച്ചു. ഇനി നമ്മൾ ഈ 1-ാം അധ്യായം ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറയാം, അല്ലെ? 1 മുതൽ 2 വാക്യങ്ങൾ മുഖവരയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 മുതൽ 14 വരെയാണ് മാർമികമായ വിഷയങ്ങൾ പൗലോസ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 15 മുതൽ വരുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെ കാണാം. ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പൗലോസ്? എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. അതിൻ്റെ വാക്യം 17 വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ഈ വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ എന്ന് ആർക്ക് ബോധ്യമുണ്ട്? പൗലോസിന് ബോധ്യം ഉണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തിലേക്ക് വരുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലസമ്പൂർണത പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാലസമ്പൂർണതയുണ്ട്. ഗലാത്യർ 4:4 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കാലസമ്പൂർണത വന്നപ്പോൾ. അപ്പോൾ അത് ഒരു പാസ്റ്റ്, ഒരു ഭൂതകാല അർത്ഥത്തിലാണ് പറയുക. കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു ജനിച്ചു. പക്ഷെ ഇവിടെ പറയുന്നത് അതൊരു ഭൂതകാലാവസ്ഥയിലല്ല, പാസ്റ്റ് ടെൻസിലല്ല പറയുന്നത്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ വീണ്ടും ഒന്നായി ചേർക്കുക, ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. വരാൻ പോകുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്
പൗലോസ് ഇവിടെ പറയുന്നു. വിവക്ഷിക്കുന്നത്. ഇനിയും അതിൻ്റെ മുഖവര പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് പൗലോസ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് 4 വരുമ്പോൾ വീണ്ടും പോവുകയാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പം ആ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ ലക്ഷ്യത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നതേയുള്ളൂ. അങ്ങനെ ആ ദൈവീക അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ക്രമം ഇങ്ങനെ പറയുക ചെയ്യുന്നത്. അനവധി പദങ്ങൾ അവിടെയുണ്ട്. തിരഞ്ഞെടുക്കുക, അത് കഴിഞ്ഞിട്ട് മുൻനിയമനം, വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിർണയം, ദൈവത്തിൻ്റെ കൃപപ്രകാരം, ഇങ്ങനെ മാർമികമായ വിഷയങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയിട്ടാണ് ഈ പദപ്രയോഗം പൗലോസ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ രക്ഷ അനുഭവമാക്കിയ ശേഷം ഒരുവൻ ജീവിതത്തിൽ രക്ഷയെ പ്രായോഗികമാക്കിയതിന് ശേഷം അവൻ അറിഞ്ഞിരിക്കേണ്ട ആത്മീക വിഷയങ്ങളിലേക്ക് പൗലോസ് എന്ത് ചെയ്യുക, അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പറയുന്നത് സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന കാലത്തെ പൗലോസ് എന്ത് ചെയ്യുന്നു, ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു അക്ഷരീക നിവൃത്തി ഉണ്ടാകും എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്വർഗവും ഭൂമിയും ഒന്നായി ചേരും. അതിൻ്റെതായിരിക്കുന്ന ഒരു പൂർണ്ണമായ രൂപമാണ് വെളിപ്പാട് പുസ്തകം 21-22 നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ എന്തില്ല, തിന്മയില്ല. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു. സ്വർഗം ഏതാണ്, ഭൂമി ഏതാണ് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടം വരെ എത്തുന്നൊരു കാലമുണ്ട്, കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലത്തെ ആത്മീക ചിന്തകൾ ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. അതായത് ആധ്യാത്മിക രംഗത്തുള്ളവർ അവരിങ്ങനെ മനസ്സിലിങ്ങനെ സഞ്ചരിച്ച് പോയ കുറേ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അത് അവർക്ക് എന്തായാലും വിഷ്വലായി കാണുവാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമായിട്ടുണ്ട്, അല്ലേ? അതായത് എഗസ്കേലിന്റെ പുസ്തകത്തിലൊക്കെ ആത്മാവ് അവന് കൊണ്ടുപോകുന്നു. അത് നമുക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ചക്രങ്ങളിങ്ങനെ കാണുന്നു, മുകളിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോഴും, അതുപോലെ തന്നെ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴും, പക്ഷെ അന്ന് ശാസ്ത്രം ഇങ്ങനെ വളർന്നിട്ടില്ല. പക്ഷെ അവർ ആത്മാവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നതെന്തായി മാറി, ഇന്നത് യാഥാർത്ഥ്യമായി മാറി. പക്ഷെ ഇന്ന് നമ്മൾ ആ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ അന്ന് അത് ചരിത്രത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോഴും സയൻസും അതുപോലെ തന്നെ തത്വശാസ്ത്രം ഒക്കെ പറയുന്നത് ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത്, ഇത് ഏത് ഒന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, അല്ലേ? ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക്, ഒരു പുതിയൊരു യുഗത്തിലേക്ക് മാറ്റപ്പെടുകയാണോ? ഈ പ്രപഞ്ചം അസ്തമിക്കാൻ പോകുക, അല്ലെങ്കിൽ ഭൂമി അസ്തമിക്കാൻ പോകുകയാണോ? അസ്തമിച്ചതിന് ശേഷം മറ്റൊന്ന് ഉൽപ്പാദിതമാകുമോ? മറ്റൊരു ഭൂമിക്ക് ജന്മം കൊടുക്കുമെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലോജിക്കായിട്ട് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. പക്ഷെ അത് അവർ പറയുന്നതിന് മുന്നമേ വിശുദ്ധ തിരുവഴുത്തിനകത്ത് ആത്മാവിനാൽ വിശുദ്ധന്മാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ശാസ്ത്രം എന്ത് ചെയ്തിട്ടില്ല, ഇതൊന്നും കണ്ടുപിടിച്ച് ഇത്രത്തോളം അഡ്വാൻസ് ആയിട്ടില്ല. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ബൈബിൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ശാസ്ത്രം കൂടെ തീർച്ചയായിട്ടും ഇത് തന്നെ പോകണം. തീർച്ചയായിട്ടും ആധികാരികത ഉണ്ടാവുള്ളൂ ബൈബിളിനെ. അതെ, ഈ ശാസ്ത്രവും ബൈബിളും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം ഈ നിങ്ങൾ ഇന്ന് എത്രത്തോളം അഡ്വാൻസ് ആയിട്ടുണ്ടോ, ഈ അഡ്വാൻസ് ആയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പരാമർശം ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം. ഉള്ളപ്പോൾ അത് മനസ്സിലാക്കുന്ന വ്യക്തി പറയും, ഓ അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്.
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതും സംഭവിക്കും. യാതൊരു സംശയമില്ല, അല്ലേ? അപ്പോൾ ഫിസിക്കലായി പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ പുരോഗതി ശാസ്ത്രം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം വചനജ്ഞാനത്തിൽ അറിവുള്ളവരായിരിക്കണം. ഓക്കെ. ഇനി ക്രിസ്തുവിൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ ആരംഭം എന്ന് പൗലോസ് പറയുന്നത് കാലസമ്പൂർണതയിലാണ്. കാലസമ്പൂർണതയിൽ. ഈ കാലസമ്പൂർണത എന്ന് അവസാനിക്കുന്നത്? ഇപ്പം അന്ത്യകാലം. ഈ അന്ത്യകാലം എന്നാ തുടങ്ങിയത്? എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പണ്ട് ഭാഗമായും വിവിധമായും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പം പുത്രൻ്റെ കാലമാണ് ഏത്? ഈ അന്ത്യകാലം. ഈ പുത്രൻ്റെ കാലത്തെ അന്ത്യകാലമായി മനസ്സിലാക്കുമ്പോൾ തന്നെ പത്രോസും പറയുന്നു, പത്രോസ് മാളിക മുറിയുടെ പ്രസംഗ സമയം അന്ത്യകാലം. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടെയും പറയുന്നു അന്ത്യകാലം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നു അന്ത്യകാലത്തെ വിട്ടിട്ട് അന്ത്യനാഴിക പറയുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ജഡാവതാര സമയം, ആരംഭ സമയം ആണ് ഏത്? അന്ത്യകാലം. ഇതെന്ന് അവസാനിക്കുന്നത്? നമ്മളിപ്പോഴും പറയുന്നു ഇത് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ജനസമയം കാലസമ്പൂർണതയാണെങ്കിൽ ഈ കാലസമ്പൂർണതയുടെ ഒരവസാനമുണ്ട്. ഒരു പൂർണ്ണത വന്നിട്ട്, കാലത്തിൻ്റെ പൂർണ്ണത വന്നിട്ട്. അത് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഞാനതൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് തരാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. അതായത് കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. അതോടുകൂടെ പുത്രൻ്റെ ദൗത്യം എന്ത് ചെയ്യുന്നു? പൂർണ്ണമാകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരാശിക്ക് രക്ഷ പ്രദാനം ചെയ്ത് പ്രസൻ്റ് ആയിട്ടുള്ള കർത്താവിൻ്റെ ദൗത്യമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ്. ഇനി തന്നെ സഭയെ ചേർക്കാനായിട്ട് വരും. സഭയെ ചേർത്തതിന് ശേഷം തൻ്റെ ഒരു ഭരണമുണ്ട്. 1000 ആണ്ട് വാഴ്ചയല്ല ഞാനീ പറയുന്നത്, പുതുവാന ഭൂമിയിലെ വാഴ്ച ഞാനീ പറയുന്നത്. ഈ പുതുവാന ഭൂമിയിലെ വാഴ്ചയും കഴിഞ്ഞ് രാജ്യമാരെ ഏൽപ്പിക്കും? ഏൽപ്പിക്കും. അതൊരു വ്യവസ്ഥയാണ്. ആ കാലസമ്പൂർണ്ണ വ്യവസ്ഥയ്ക്കായതുകൊണ്ട് തന്നെ അപ്പം ഈ കാലസമ്പൂർണ്ണ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ സ്വർഗവും ഈ ഭൂമിയും ഒന്നായി ചേരും. ആ ചിത്രമാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 21, 22 നമുക്ക് നൽകിത്തരുന്ന സമ്പൂർണത എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നീങ്ങേണ്ടത്. ഒന്നുകൂടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ മാർമിക വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വിഷയം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മളിത് പഠിക്കുകയാണെങ്കിൽ നമ്മളിതൊരു എക്സ്പോസിറ്ററി ആയിട്ടുള്ള ടീച്ചിങ്സിലേക്ക് പോയിട്ടില്ല. അതായത് വേഴ്സ് ബൈ വേഴ്സ് അല്ല നമ്മൾ പോകുന്നത്. മറിച്ച് ആ ഒരു വിഷയത്തെ മാത്രം വേണമെങ്കിൽ വേർഡ് എക്സ്പോസിറ്ററി വേണമെങ്കിൽ പറയാം. ഇപ്പം എക്സ്പോസിറ്ററി പറയുമ്പോൾ ഒരു പാസേജ് എടുത്തിട്ട് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ. അപ്പം എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു ഭാരപ്പെടുത്തുന്ന വിഷയം, നമ്മളൊരു വിഷയം ഇങ്ങോട്ട് എടുക്കും, ഒരു പോയിന്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ടെക്സ്റ്റിനകത്തില്ലാത്ത മീനിങ് നമ്മൾ എന്ത് ചെയ്യും? ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗത്തോട് എന്ത് ചെയ്യുന്നില്ല? വിശ്വസ്തത പുലർത്തുന്നില്ല. കാരണം അവിടെ ഉദ്ദേശിക്കുന്ന ദൈവശബ്ദം മറയപ്പെട്ടു പോകുന്നു. വേറെ ഒന്ന് ഉദയം ചെയ്യുന്നു. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ വേഴ്സ് ബൈ വേഴ്സായിട്ട് പോകുന്നത്. വേഴ്സ് ബൈ വേഴ്സായിട്ട് പോകുമ്പോൾ, വാക്യാധിഷ്ഠിതമായി പോകുമ്പോൾ, അല്ലെങ്കിൽ വാക്ക് അധിഷ്ഠിതമായി പോകുമ്പോൾ ആ പാസേജിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ലഭ്യമാകും. ആർക്കും അത് മിസ്സാകത്തും ഇല്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാലസമ്പൂർണത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഈ രക്ഷയുടെ ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയാണ്
കാലസമ്പൂർണത എന്ന് ഉദ്ദേശിക്കുന്നു. രക്ഷ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇപ്പം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാളെ നമ്മൾ മരിക്കും. പിന്നെ കർത്താവിൻ്റെ വരവുണ്ട്. കർത്താവ് നമ്മളെ ചേർക്കും. പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? പുതുവാന ഭൂമി സ്ഥാപിക്കും. ഈ പുതുവാന ഭൂമിയൊക്കെ ഉണ്ടാകുമെന്ന് സയൻസും വളരെ വ്യക്തമായി എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഈ ഭൂമി എന്ത് ചെയ്യാൻ പോകുന്നു? അസ്തമിക്കാനായിട്ട് പോകുന്നു. ഒരു പുതിയ ആകാശം വരാൻ സാധ്യതകൾ ഏറെയുണ്ട് എന്ന് സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിന്മയൊന്നുമില്ലാത്ത, ശാപമൊന്നുമില്ലാത്ത ഒരു കാലമുണ്ട് എന്ന് ഈ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതിനെയാണ് പൗലോസ് പറയുന്നത്, എന്താണ്? കാലസമ്പൂർണത വരുന്നുണ്ട്. സ്വർഗവും ഭൂമിയും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ക്ലിയർ ആയല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനം പരസ്പരം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് ലഭിച്ച വെളിപ്പാട് കർത്താവെ തൻ്റെ പ്രവർത്തനത്തിൽ കൂടെ ഉൽപ്പാദിതമായ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവെ അത് ഉൾക്കൊള്ളുവാൻ ആ സഭയ്ക്ക് പ്രാപ്തി ഉണ്ടായതുപോലെ കർത്താവെ ഞങ്ങൾ സംസാരിക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന ഈ വചനങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്കും ഹൃദയത്തിൽ അത് പതിയുവാൻ അവർ ഹൃദയദൃഷ്ടിയെ കർത്താവ് പ്രകാശിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.